കേറേ ഇങ്ങോട്ട് കേറും മനോജായി ഇപ്പൊ എന്താ ഞാൻ പോട്ടെ. ഇവിടെ എത്തിയിട്ടുള്ളൂ ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും എനിക്ക് ചായ വേണം. അറിയില്ല എന്റെ പിന്നിലല്ലേ ഇരിക്കണേ. അഞ്ച് അഥവാ തണുപ്പ് കുറച്ചായി വിചാരിച്ചോ ഉള്ളിൽ കറങ്ങി പോകില്ലല്ലോ. പൊട്ടല്ലേ നമ്മളമാതിരി മുടില്ലല്ലോ. മറ്റേത് ഞമ്മക്കൊക്കെ തലയിൽ വളരെ തോർത്തണ്ടേ. ഇത് തോർത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ മുന്നിൽ വെള്ളം കാറ്റ് വെയില് പൊടി ഒന്നും തട്ടില്ല. നേരിന്റെ പിന്നിലാ അല്ല മോനെ. നേരിന്റെ പിന്നിലല്ലേ ഇരിക്കണേ. അടുത്ത് വെള്ളം വയലൊന്നും തട്ടൂല. ധൈര്യമായിട്ട് അവിടെ ഇരുന്നോ. പെണ്ണോ എവിടെ അണക്കോ ഉച്ചമണിയായി. പോണ പോക്കിലും കോഴിത്തരത്തിനൊരു കുറവുമില്ല. ഇന്നത്തെ പരിപാടിയിൽ ഞങ്ങൾ മാത്രല്ല വേറെയും ചങ്കുകളുണ്ട്. അപ്പൊ നമ്മള് ചായക്ക് വന്നവര് പക്ഷെ ചായ ഇട്ടാൻ ഒരു മാർഗമല്ല. അപ്പോ ഐസ്ക്രീമോ മതി ഇന്ന് തൽക്കാലം. ഐസ്ക്രീം ഒന്നുമില്ലേ? എങ്ങനെയാ ഐസ്ക്രീം ഐസ്ക്രീമാ ഐസ്ക്രീം കൊടുക്ക്. ഏതാ ഐസ്ക്രീം നല്ല ഏതാ അടിപൊളി സാധനം? ഇതിലുള്ള എല്ലാം ഉണ്ടോ? അതെ ഏതാണ്ട് ചക്ക ഇളനീര് മതിയോ? ഇളനീര് കൊടുക്ക്. ഇത് പോരട്ടെ. ഇതിനാ കൊണ്ട് ആയിരല്ലേ അതാ ഉള്ളിൽ നിൽക്കുന്നു. അനക്കേതാ ഡീക്കാ അനക്കേതാ അനക്കേതാ ചായ ഉണ്ടേ. ചായ ഇരുന്നോട്ടെ. ഇത് കഴിച്ചിട്ട് ചായ. ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കാൻ വേറെ വല്ലതും ഉണ്ടോ? നല്ല മറ്റേ ഫ്രഞ്ച് ഫ്രൈസോ? അപ്പോൾ സൽമാൻ കുറ്റിക്കോട് ഐസ്ക്രീമിനും ഞങ്ങൾ ചായ കുടിക്കും. ഞാൻ തരാം കൂടി. അത് കുടിച്ചാ ഇതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായിന്ന് അറിയില്ല. സൽമാൻ അതാ തെറ്റി പിണങ്ങി മാറി നിൽക്കണു. ഇവിടെ ഇവിടെ നല്ല സൈഡ് സീനുണ്ട്. വാ അത് പുതിയ ഉണ്ടാക്കിയ എന്തോ ഇഞ്ഞെന്ന് നോക്കണേ. എന്താണ് പുള്ളു നിൽക്കേ? ആര് വേണോ ഇഞ്ഞോണോ? എടാ കുട്ടി അടക്ക എത്ര പോകണോ? ഒരു കമ്പനിയെ നമ്മൾ ഒഴിവാക്കിയില്ലേ? ഇതൊക്കെ പേരുണ്ടോ? ആ പിന്നെന്താ പോക്കണോ ആണെന്ന് പറഞ്ഞത്. ഏതാ ഒരു പോക്കണോ എടുത്താ? ആ വേണം അമ്മട്ടിയാ പോക്കോണ് പുള്ളി ആ പുള്ളി നിക്കുക. നമ്മളെ വേനൽക്കാലത്ത് നമ്മള് ഇങ്ങനെ കറങ്ങുക, അവിടെ പണിക്ക് പോവുക, വാർപ്പ് പണി, തൊഴിലുറപ്പ്, ഏത് പണിക്കും പോവാം. പക്ഷെ മഴക്കാലത്ത് ഇങ്ങനെ കറങ്ങുക എല്ലാ സ്ഥലത്തും പോയി. അതെങ്ങനെ ഉണ്ടാവും? വള്ളച്ചാട്ടങ്ങള്, കുളിക്കുക, മീൻ പിടിച്ചുക. ഈ പണിക്ക് പോവുക. എന്ത് പണിക്ക്? എന്ത് പണിക്കപ്പോ പോവുകയാണെങ്കിൽ എന്ത് പണിക്കാ പോവുക? അവർക്ക് ഇഷ്ടമുള്ളൊരു പണി എന്താ? മാമൊന്നുമല്ലല്ലോ വേറെ ആ സർവത്ത് കച്ചവടം. അത് നടക്കും. വേനൽക്കാലത്ത് സർബത്ത്, ജ്യൂസ്, അതെ കച്ചവടം. മഴക്കാലത്ത് ആ കൂട്ടുക, കറങ്ങുക. നല്ലൊരു ഐഡിയ. എന്നാ പട്ടി ഇത് പിടി. അതെ അപ്പൊ ഒപ്പം ചായ ഇട്ടുണ്ടോ? പോക്കണൊന്നും ഉറങ്ങി വെച്ചേക്കണുള്ളൂ. ഇവിടെ സുഖല്ലായിണ്ട്. അല്ല പോക്കോട് ഇപ്പൊ എവിടെ ചമക്കണ നോക്കട്ടെ. കല്ലില് വേറെ രണ്ട് ചെറിയ കല്ല് വെച്ചാലോ? പറ്റുമോ? രണ്ട് കല്ല് വെച്ചാൽ മതിയോ? ചായ കഴിഞ്ഞു. ചായ കിട്ടിയ പിന്നെ ഒരു രക്ഷയില്ല. ഇരുന്ന് അടിക്കും. മഴ മഴ പോരി പോരി പോരി. വള്ളത്താ ആ കുറുക്കില്ലേ അത് ചാടിച്ചപ്പോ അല്ല ഇവിടെ ഇരിക്കാം.
എന്താ സൽമാനെ വള്ളാച്ചിട്ട് മഴ ചെയ്താ പിന്നെ എന്താ ഉണ്ടാകുക? ഇല്ലാന്ന് ഇവിടെ വെള്ളം കുറച്ചല്ലേ ഉള്ളൂ. അവിടെ ആയിവാ വെള്ളാണ് പോണം. ഉള്ളില് കാറ്റില്ല, ഇവിടെ ഇരിക്കാല്ല കാറ്റല്ലേ. ഇവിടെ നോക്കാം ഇതിന്റെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയേക്ക്. വള്ളത്തുകാരങ്ങോ അല്ലോ മുങ്ങോ മുങ്ങൊന്നുമില്ല. മുങ്ങോ അത് ചെലപ്പോ പോകുമ്പോ അത് ചെലപ്പോ പോവും. പാലത്തുമുക്ക് പോലെ പാലത്തുമുക്ക് പോകാം. മഴ പെയ്താ ഇവിടെ ഇരിക്കണ സുഖം കിട്ടൂല കേട്ടോ. മഴ പെയ്താ പാലത്തുമ്പോ ഇരിക്കാനും സൗകര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് വെള്ളം ഇവിടെ തട്ടും. അല്ല എനിക്ക് കുഴപ്പമില്ല, ഇവിടെ തട്ടിയാലും അങ്ങോട്ട് പുറത്തേക്ക് വരും. നമുക്ക് ഈ മുടി ഉണ്ടാവോണ്ട് ഉള്ളിൽ ഇറങ്ങി പോകും. ഡ്രസ്സ് തന്നെ എങ്ങനെ തന്നെയാണ് ഇതിന്റെ പിന്നിലല്ലേ ഇരിക്കണേ. കാറ്റ് വെളിച്ചൊന്നും തട്ടൂല, ഇതിന്റെ പിന്നിൽ ഇരുന്നാ മതി കേട്ടോ. ഓക്കെ എന്നിട്ട് അങ്ങോട്ട് പോവാം, നമുക്ക് പാലത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ലൊക്കേഷൻ. ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വരാം. മഴ ഒന്ന് കനത്തതോടെ ഇപ്പോൾ ക്ലോസ് ആണ്. അതിമനോഹരമായ അടുത്തൊരു ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അക്കോഡേറ്റ് പാലം എന്ന് പറയും. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ അക്കോഡേറ്റ് പാലം. ഞങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് പാലത്തിലെത്തിയിട്ടും ഉണ്ടപ്പായനെയും സൽമാനെയും കാണാനില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരഞ്ഞു വന്നപ്പോഴാണ് ഏതോ ഒരു ടീമിനോട് നല്ല കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ശരിക്കും നിങ്ങൾ കേൾക്കേണ്ട ചർച്ച തന്നെയാണ്. രണ്ട് മൂന്ന് കുട്ടികൾ നോക്കിട്ട് ഓരോ വിളിച്ചു. അല്ല കല്യാണ ബ്രോക്കറാ ബ്ലോക്കാവുണ്ട്. പുറത്തേക്കിടാൻ എല്ലാരും ഉണ്ട്. പാലത്തും എത്തിയപ്പോൾ ഫുള്ള് സൽമാൻ ഫാൻസാണ് ടോളി. ബ്ലോക്ക് വരുന്നു വിചാരിച്ചിട്ട് വണ്ടികളെ ഒഴിവാക്കുന്നുണ്ട്. സൽമാൻ പിന്നെ ഒരു സാമൂഹ്യ സേവകനല്ലേ. ഇജിപ്പോ കുട്ടിനെ കണ്ടോ? ഉറപ്പല്ലേ? വള്ളത്തിലിറങ്ങണ്ടേ കേട്ടോ. വെച്ചൊന്നുമില്ല. ഇന്നുണ്ടപ്പ അതിന്റെ അമ്മ ഇങ്ങനെ വെച്ചിന് ഞാൻ അടുത്ത് വെച്ചിട്ട് തന്നെ. നല്ല ക്ലൈമറ്റ്. അങ്ങനെ പാട്ടോ ഡാൻസ് ഉണ്ടോ? താല്പര്യം പാട്ടും ഡാൻസും ഉണ്ടോ? ഡാൻസും പാട്ടും സൽമാന്റെ പാട്ടും ഡാൻസും ആ പുള്ളിട്ടൊന്നും പോയിക്കോട്ടെ. സൽമാൻ ഉണ്ടപ്പായനെ കൊണ്ട് കളിപ്പിക്കടാ. ഉണ്ടപ്പായനെ കളിപ്പിക്ക് കളിപ്പിക്ക്. എല്ലാം തിരി തിരി ഒന്നേ തിരിച്ചു. ഞാൻ ഓരല്ലേ തിരിച്ചു. ആ വണ്ടികളെ പോട്ടെ. ഒരു വിരലിങ്ങനെ പിടിച്ചിട്ട് തിരിച്ച്. തിരിഞ്ഞോട്. അതിനകത്ത് കൊണ്ടേക്കൂടെ അറിയുന്നു. ഒരുപാട് സിനിമയില് ഈ പാലം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമ ടീച്ചറിന്റെ സാധനമാണ് ഇപ്പോഴും നിർത്താക്കണേ. നാളെ നമ്മളാ കുളത്ത് ചാടും. അതിനാ പാട്ട് കൊടുക്കും. അപ്പൊ മഴ ചെയ്താ പാട്ടുകൾ പാടാം. അടിപൊളി പാട്ട്
അടിക്ക് ചാടിയേ. എന്റെ അടുത്തേക്ക് കിട്ടാനോ ഞങ്ങളെല്ലാരും കിട്ടോ എല്ലാരും വേണം സൽമാനെ പിടിച്ചത് അവിടെ കുറച്ച് പെൺകുട്ടികൾ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ കോഴിപ്പണിയൊന്നും എടുക്കണ്ട, കുട്ടികളിൽ നിന്ന് അടി കിട്ടുന്ന് സൽമാനും ഉണ്ടപ്പായനെ ഉപദേശിക്കുക. ആരപ്പ ഈ ഉപദേശിക്കണ ആള്? ഞാൻ കണ്ണു പൊത്തി നിൽക്കാം അന്നെ അടു നോക്ക് ഞാൻ നോക്കൂല അറി അവ നോക്കൂത്രേ എനിക്ക് നോക്കാൻ പറ്റൂല. ഇനി സൽമാന്റെ കുറച്ച് കുഞ്ഞ് ആരാധകരെ കാണാം. സൽമാൻ കുറ്റിക്കോട് അറിയോ? ആ ന്യൂ ജനറേഷൻ അറിയാപ്പോ സൽമാനെ കഴിച്ചില്ലായി കുറ്റിക്കോട് അടുത്ത് ഉണ്ടപ്പായും സൽമാനും പാടെ കൂടിയിട്ട് ഒരു പാട്ട് പാടണം. പാട്ട് ആ റാഷിയും കൂടിക്കോ. ആ അഞ്ചാമക്ക് ഹലോ ഇവിടെ ഉണ്ട്. ഞാനിതാ വൈകുന്നേരത്തെ വൈബ് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയല്ലേ? ജ്യേഷ്ഠന്റെ വൈഫ് ഹൗസ് ഇവിടെയാണ് അല്ലേ? എവിടെ? അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോണോ? അങ്ങനെ നമ്മളെ ഇന്നത്തെ സംഭവം അടിപൊളിയായില്ലേ? നല്ല മഴയായിരുന്നു, രാവിലെ മുതൽ മഴയാണ്. ഇപ്പൊ വൈകുന്നേരം ഒന്ന് ഫ്രീ ആയ സമയത്ത് ഞങ്ങളിങ്ങനെ ചെക്കന്മാരെ കൂട്ടി ഒരു വൈബ് അടിക്കാൻ വന്ന ഷെയറായില്ലേ? മനസ്സിലാവും. ആ പറയും റൊമാൻസ് പറഞ്ഞ പാട്ട് പാടി കൊടുക്കും. പാട്ട് പാടി ആരാ? ഉനൈസ. ഉനൈസിന് അനക്ക് സൽമാന്റെ ഒരു പാട്ട്. ആ പാട് പാട്. ആ വരുമ്പോഴാണ് പാട്ട് വേണ്ടാന്നോ? എപ്പോഴാ വരുന്നോ? ഞങ്ങള് നോക്കട്ടെ, ഫ്രീ ആണെങ്കിനനുസരിച്ചോണ്ട് വരാം. ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.